ഇഷ്യൂഷേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എ കമ്പനി ഇഷ്യൂ ന്യൂ ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഡിവിഡൻഡ് ഇൻ ക്യാഷ്. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് കമ്പനി എന്ത് ചെയ്യും, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരമായിട്ട് അതിന് ആ ഒരു വിലയ്ക്ക് വരുന്ന ഷെയർ അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഡിവിഡൻഡ് ക്യാഷ് കൊടുക്കില്ല, ഇതിന് പകരമായിട്ട് ക്യാഷിന് പകരമായിട്ട് അവർക്ക് എന്ത് ചെയ്യും, കമ്പനിയുടെ ഷെയർ കൊടുക്കും. ഇതാണ് എന്ത് പറയുന്നത്, ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിന് വരുന്നത് സർക്കംസ്റ്റാൻസസ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ്. When the company wishes to capitalize its huge undistributed profit or reserves built എന്ന് പറയുന്നത്, കമ്പനി എന്ത് ചെയ്യാണ്, അവരെ പ്രോഫിറ്റ്, അതായത് കൊടുക്കാത്ത പ്രോഫിറ്റ് അവരെങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരെ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെൻ ദി കമ്പനി ഹാസ് നോട്ട് സഫിഷ്യൻറ്റ് ക്യാഷ് റിസേർവ്സ്. കമ്പനീൻ്റെ കയ്യിൽ എന്താണ്, ക്യാഷായിട്ട് എമൗണ്ട് ഇല്ലെങ്കിൽ, അതായത് കറൻസി ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാതെ ഷെയർ ഇഷ്യൂ ചെയ്യും. മേ ബി കമ്പനി പുതിയൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ കിട്ടുന്ന പ്രോഫിറ്റ് ഫുള്ള് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യുക, അവർക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് ക്യാഷ് അവിടെ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് വെൻ ദി വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഓഫ് എ കമ്പനി എക്സീഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, ദ ഡിഫറൻസ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർ. എന്താണ്, കമ്പനിയുടെ അസറ്റ് ഒരുപാടുണ്ട്, അതിനനുസരിച്ച് അവർക്ക് എന്തില്ല, ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവരെ കയ്യിലുള്ള എന്ത് ചെയ്യും, ക്യാഷ് അവരെങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും, ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ദി കമ്പനി മേ ക്യാപിറ്റലൈസ് ഇറ്റ്സ് റിസർവ്സ് ഓർ പ്രോഫിറ്റ്. എന്താണ്, കമ്പനി എന്ത് ഉദ്ദേശിക്കണം, അവർ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അവരെന്ത് ചെയ്യാണ്, ക്യാപിറ്റലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് ബോണസ് ഇഷ്യൂ നൽകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സർക്കംസ്റ്റാൻസസ് ഇഷ്യൂ ചെയ്യും ബോണസ് ഷെയർസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫണ്ട്സ് ഓർ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ. നമുക്ക് എന്ത് ചെയ്യാണ്, എവിടെ നിന്നൊക്കെയാണ് ബോണസ് ഇഷ്യൂ നൽകാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്, ക്രെഡിറ്റ് ബാലൻസിങ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്. അപ്പോൾ ഇത്രയും അക്കൗണ്ടിൻ്റെ ബാലൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, അത് ബോണസ് ഇഷ്യൂ കൊടുത്തിട്ട് ഇതിന് എമൗണ്ട് എടുത്ത് നമുക്ക് ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ക്യാപിറ്റൽ റിസർവ്സ് ഓർ പ്രോഫിറ്റ്. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, സെക്യൂരിറ്റി പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് ഓൺലി. അപ്പോൾ ഇത്രയും അക്കൗണ്ട്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബോണസ് ഇഷ്യൂ നടത്താറുണ്ടെന്ന് പറയുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടും ഫുള്ളി പെയ്ഡപ്പ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാത്ത പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർ ഫുള്ളി പെയ്ഡപ്പാക്കി കൺവേർട്ട് ചെയ്യാനൊന്നും ഏതൊക്കെ ക്യാഷ് ഉപയോഗിക്കില്ല. ക്യാപിറ്റൽ റിഡംഷൻ റിസർവും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലത്തെ ക്യാഷ് യൂട്ടിലൈസ് ചെയ്യില്ല എന്ന് പറയുന്നു. കമ്പനി ഇപ്പോഴും പറയുന്നുണ്ട്, കമ്പനി മെയിനായിട്ട് CRRും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവും അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് ഒക്കെ ഫസ്റ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ബോണസ് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ എപ്പോഴും പറയാവുന്ന ഒരു കേസാണ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ബോണസ് ഇഷ്യൂ. ഫസ്റ്റ് വൺ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. വെൻ ബോണസ് ഷെയർസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ഹോൾഡിംഗ്, ഇറ്റ് ഈസ് കോൾഡ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. എത്രയാണോ ഒരു ഷെയർ ഹോൾഡർ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. സെക്കൻഡ്, പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ്. വെൻ ബോണസ് ഈസ് അപ്ലൈഡ് ഫോർ കൺവേർട്ടിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ
കമ്പനി എന്ത് ചെയ്തിട്ടുള്ളൂ 10 രൂപയാണ് ഫേസ് വാല്യൂ, അതിൽ അപ്ലിക്കേഷൻ വിളിച്ചു, അലോട്ട്മെൻറ്റും വിളിച്ചു. ഇത് നെക്സ്റ്റ് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും വിളിക്കാനുണ്ടെങ്കിൽ ഇത് അവരുടെ നിന്ന് വിളിക്കാതെ ഈ ഫസ്റ്റ് കോളിൻ്റെയും ഫൈനൽ കോളിൻ്റെയും എമൗണ്ട് എന്ത് ചെയ്യാണ് ഇവർ ബോണസ് ആയിട്ട് അവർക്ക് കൊടുക്കും. ഇതാണ് ഇത് പറഞ്ഞത് പാർട്ട്ലി പെയ്ഡ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് റിലേറ്റ് ചെയ്ത് വരുന്ന ജേണൽ എൻട്രീസ് ആണ്. ഫസ്റ്റ് കേസ് വരുന്നത് വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. അത് നമ്മൾ 2 ഇതിൽ തന്നിട്ടുണ്ട്. നമ്മൾ പാറിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിലും വരുന്ന എൻട്രീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻറ്റ് റിസർവിൽ നിന്ന് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 എൻട്രി ഉള്ളൂ എന്ത് പാറിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. ദെൻ നെക്സ്റ്റ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഇതാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിഫറൻറ്റ് റിസർവിൽ നിന്ന് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഷെയർ ക്യാപിറ്റലിലേക്കും സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രീമിയം ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രീസാണ് ഇതിൽ വരുന്നത്. ഇഷ്ടമാണെന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് വെൻ ബോണസ് ഈസ് ഗിവൺ ടു കൺവേർട്ട് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് ഷെയർസ്. ഫസ്റ്റ് സെയിം എൻട്രി തന്നെ വരുന്നത് ഡിഫറൻറ്റ് റിസർവിൽ നിന്ന് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഷെയർ ഡ്യൂ ആകുന്ന എൻട്രി, അതായത് ഏത് കോളാണോ ആ കോള് ഡ്യൂ ആകുന്ന എൻട്രിയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഷെയർ ഫൈനൽ കോളിലേക്ക് എമൗണ്ട് വരുന്നതാണ്. ഈ എമൗണ്ട് സാധാരണഗതിയിൽ നമ്മൾ ബാങ്കിൽ നിന്നാണ് എഴുതാറ്. ബട്ട് ഇവിടുന്ന് വരുന്നത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഷെയർ ഫൈനൽ കോളിലേക്കാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ബോണസ് ഷെയർസ് പാറിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. എക്സ് ലിമിറ്റഡ് വിത്ത് എ പെയ്ഡ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് 10 each ഫുള്ളി പെയ്ഡ് had resolved to capitalize ₹80,000 of accumulated reserves of ₹1,25,000 by issuing bonus shares of ₹10 each fully paid. Past necessary journal entries. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം. പെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 ലക്ഷം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പെയ്ഡ് ക്യാപിറ്റൽ 5 lakh ആണ്. അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ₹10 ആണ് ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത്. അവർ 80,000 രൂപ ക്യാപിറ്റലിലേക്കാണ് ഉദ്ദേശിക്കുന്നുണ്ട്. അക്യുമുലേറ്റഡ് റിസർവിൽ ₹1,25,000 ഉണ്ട്. അത് ചെയ്യുന്നത് ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓഫ് ₹10 each, അതായത് ഫുള്ളി പെയ്ഡപ്പ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പാറിനാണ് എന്ത് ചെയ്യുന്നത് ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. നമുക്ക് എൻട്രി വരുന്നത് നമ്മൾ നേരത്തെ അതിൻ്റെ മോഡലിൽ പറഞ്ഞതാണ്. റിസർവ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അക്കൗണ്ട് എത്രയുള്ള വരുന്നത് ഞാൻ നോക്കണ്ട. എത്ര രൂപയാണ്? 80,000. ഈ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങോട്ട് മാറ്റണം, നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുക. അത്രയും കൂടി ചെയ്യാനുള്ളൂ. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. $80,000. വളരെ എളുപ്പമാണ്. ഇത്ര ചെയ്യാനുള്ളൂ. അതോടുകൂടി ഇത് കഴിഞ്ഞു. ദെൻ നമുക്ക് ബോണസ് ഷെയർസ് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. എ ബി ലിമിറ്റഡ് ഹാസ് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹20 lakh ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ആസ് ഫുള്ളി പെയ്ഡ്. The company now declares a bonus out of its free reserves of ₹8 lakh. This bonus is to be paid by issue of the equity shares of 10 each at a premium of ₹2 per share for every 4 shares held by the shareholders.
The shares are quoted at rupees 15 on the date of allotment of bond shares. Give journal entries to record the above transactions. ഇതിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഷെയർസ് ആർ കോട്ടഡ് അറ്റ് ₹15 ഓൺ ദി ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ബോണസ് ഇഷ്യൂ. അതായത് നമ്മൾ അതിൻ്റെ ഷെയറിൻ്റെ വാല്യൂ, അതായത് ഇപ്പോൾ 12 രൂപയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് 15 രൂപ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം ക്വസ്റ്റിൽ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റിൽ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. തന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 20 ലക്ഷമാണ്, ഒരു ഷെയറിൻ്റെ വില 10 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്യൂ ബോണസ് ഷെയർ ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ് ഓഫ് ₹8 ലാക്ക്. ഫ്രീ റിസർവിൽ 8 ലക്ഷം ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോണസ് ഷെയർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 10 രൂപയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു. കൂടാതെ 2 രൂപ പ്രീമിയത്തിനാണ് കൊടുക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പറയുന്നത് എവരി 4 ഷെയർസ് ഹെൽഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ 4 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് 1 ഷെയർ ബോണസ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവർക്ക് ബോണസ് ഷെയർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഷെയർ കൊടുക്കാനുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷമാണ്. ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം. അതായത് 20 ലക്ഷം ഉണ്ട്, അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ലക്ഷം ഷെയർസാണ് ടോട്ടൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഈ 2 ലക്ഷത്തിൽ 2 ലക്ഷത്തിൽ 4 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1/4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 50,000. അപ്പോൾ 50,000 ഷെയർസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 50,000 ഇൻറ്റു 10+2, അതായത് ഫേസ് വാല്യൂ പ്ലസ് പ്രീമിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 6 ലാക്ക് കിട്ടും. അപ്പോൾ 6 ലക്ഷം ബോണസ് ഷെയർസാണ് എന്ത് ചെയ്യുന്നത്, 6 ലക്ഷം എമൗണ്ടിൻ്റെ ബോണസ് ഷെയർസാണ് ഇവർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കൊന്ന് നോക്കാം. റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ഷെയർസ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്ര എമൗണ്ട് വരുന്നത്, 6 ലക്ഷം. ഇത് നെക്സ്റ്റ് വരുന്നത് ഇത് ക്യാപിറ്റലിലേക്ക് മാറ്റുന്നതാണ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. കൂടാതെ എന്തും കൂടി ഉണ്ട്, പ്രീമിയം കൂടി ഉണ്ട്. 2 രൂപ പ്രീമിയമാണ്. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ 1 ലക്ഷം എന്തുണ്ടാവും, പ്രീമിയം ഉണ്ടാവും. 5 ലക്ഷം ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകും. ഇവിടെ 6 ലക്ഷം. ഇതാണ് കേട്ടോ ഇവിടെ 1 ലക്ഷം കിട്ടിയത്. ഈ 2 ഇൻറ്റു 50,000 ആണ് ഈ 1 ലക്ഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോബ്ലം സോൾവ് ആയി. ദെൻ നെക്സ്റ്റ് നമ്മൾ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ബോണസ് കൊടുക്കുന്ന രീതിയിലൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. XY Limited has a fully paid equity capital of ₹5 lakh divided into shares of ₹10 each and 1 lakh partly paid up shares of ₹10 each, ₹7 paid up. It has an accumulated profit to credit of its profit and loss account of ₹2 lakh. Free reserves ₹1,50,000 and security premium of ₹50,000. It has decided to convert partly paid equity shares into fully paid by applying bonus out of accumulated profit and free reserves. The bonus was declared at
₹6 per share on fully paid up capital past necessary journal entries. ക്വസ്റ്റനിൽ തന്ന കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി വയ്ക്കാം. ക്വസ്റ്റനിൽ തന്ന കാര്യം 5 ലാക്കാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 10 ഈച്ച് ഫുള്ളി പെയ്ഡപ്പാണ്. കൂടാതെ ഒരു 1 ലാക്ക് ഷെയർസ് ഉണ്ട് 10 ഈച്ച്, അതിൽ 7 പെയ്ഡപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ 7 പെയ്ഡപ്പ് ഉള്ളതിനെ എന്താണ് 10ലേക്ക് ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റാനാണ് ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എമൗണ്ട് ബോണസ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 ലക്ഷമുണ്ട്, ഫ്രീ റിസർവിൽ 1,50,000 ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയത്തിൽ അക്കൗണ്ടിൽ എന്തുണ്ട് 50,000 രൂപയുണ്ടെന്ന് പറഞ്ഞു. ഇവരിതൊന്ന് എമൗണ്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പാർട്ട്ലി ആയിട്ടുള്ള 1,00,000 ഷെയർസിനെ ഫുള്ളി ആക്കി കൺവേർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 1,00,000 ഷെയർസ് ഒരു 7 പെയ്ഡപ്പ് ആണെങ്കിൽ ബാക്കി 3 അടയ്ക്കേണ്ടാവും. അപ്പോൾ നോക്കുകയാണെങ്കിൽ 3 ഇൻറ്റു 1 ലാക്ക്, അപ്പോൾ എത്ര കിട്ടും 3,000. അപ്പോൾ നമുക്ക് 3,000 എമൗണ്ടാണ് എന്തിനു വേണ്ടത്, നമുക്ക് ഈ പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആക്കി മാറ്റാൻ വേണ്ടത്. അപ്പോൾ ഈ 1,00,000 നമ്മൾക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം, 2,00,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് നിന്നും 1,00,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിസർവ് നിന്ന് എടുക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യാം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ എൻട്രി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഫുള്ളായിട്ട് എടുക്കുക, 2,00,000 എടുക്കാം. അതിൻ്റെ റിസർവ് നമുക്ക് 1,50,000 ഉണ്ടെങ്കിലും നമുക്ക് 1,00,000 ആവശ്യം. അപ്പോൾ 1,00,000 എടുത്തു. ടോട്ടൽ 3 ലാക്ക് നമ്മൾ എന്താണ് ബോണസായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു. എന്നിട്ട് പാർട്ട്ലി ഫുള്ളി ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എങ്ങോട്ട് മാറ്റണം. പക്ഷേ ഇപ്പോൾ എന്തായിരിക്കും മിക്കവാറും അവർക്ക് കിട്ടാനുണ്ടാകുക ഫൈനൽ കാൾ ആയിട്ടുള്ള 3 രൂപയായിരിക്കും. അപ്പോൾ ഷെയർ ഫൈനൽ കാൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് 3 ലാക്ക്. ദെൻ നമ്മൾ എങ്ങോട്ട് മാറ്റണം, നമ്മൾ ഇങ്ങോട്ട് മാറ്റണം ഇതിലേക്ക് ഈ ബോണസ് ഷെയർ ഫൈനൽ കോളിലേക്ക്. ഇപ്പോൾ എമൗണ്ട് ഇവിടെ ശരിക്കും ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫൈനൽ കാൾ എന്ന് വരിക. പക്ഷേ ഇവിടെ നമ്മൾ ബാങ്ക് വരുന്നില്ല, അവിടെ എന്ത് വരും ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ 3 ലാക്ക്. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഇഷ്യൂവിൻ്റെ സമയത്ത് ചെയ്തിട്ടുള്ള സെയിം എൻട്രീസ് ആണ്. ഇത് ഡ്യൂ ആവുന്ന എൻട്രി, അതുപോലെ തന്നെ ഇത് എമൗണ്ട് പേ ചെയ്യുന്ന എൻട്രി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇത് ഫുള്ളി ആക്കി കൺവേർട്ട് ചെയ്തു. പിന്നെ ക്വസ്റ്റനിൽ പറയുന്നത് ബോണസ് വാസ് ഡിക്ലെയർ അറ്റ് ₹6 പെർ ഷെയർ ഓൺ ദി ഫുള്ളി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ഇത് പാർട്ട്ലി ആയവർക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാനും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ അതിലൊരു 50,000 അതായത് ക്വസ്റ്റൻ പറഞ്ഞിട്ട് 5 ലക്ഷം ക്യാപിറ്റലുണ്ട് 10 ഈച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 5 ലക്ഷത്തിന് എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് 5 ലക്ഷം ക്യാപിറ്റലാണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 ഷെയർസ് ഉണ്ട്. ഈ 50,000 ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് 6 രൂപ ഫേസ് വാല്യൂവിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് നമ്മളിവിടെ ചെയ്യുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള ഫണ്ടും കാര്യങ്ങളില്ല. കാരണം നമുക്ക് ഇനി ആകെ ബാലൻസ് ഉള്ളത് സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഒരു 50,000, അതുപോലെ തന്നെ ഫ്രീ റിസർവിൽ 50,000 ഉള്ളൂ. അപ്പം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ആ എൻട്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.